അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. നാം നിലകൊള്ളുന്ന വിശുദ്ധമായ ദുൽഹിജ്ജ മാസം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മാസം അവസാനിക്കുകയാണ്. തുടർന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നൽകപ്പെട്ട ഒരു മാസമാണ് മുഹറം. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ നൽകിയ മാസം കൂടെയാണ് മുഹറം എന്ന് പറയുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ പുതുവത്സരം എന്ന് പറയുന്നത് മുഹറമാണ്. എന്നാൽ വേദനാജനകമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മറ്റു മതക്കാരുടെയും മറ്റു പാശ്ചാത്യ സംസ്കാരങ്ങളുടെയും ആഘോഷങ്ങളും മറ്റും കടമെടുത്തുകൊണ്ടും ഇസ്ലാമിൻ്റെ ആഘോഷമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഏതാനും ചില ദിവസങ്ങളും മാസങ്ങളൊക്കെയായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ മുഹറം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരമാണ്, വർഷത്തിൻ്റെ ആരംഭമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ജനിക്കപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളർന്നു വരുമ്പോഴും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് ആയുസ് കൂടുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷം 20 ഈ വർഷം 21 അല്ലെങ്കിൽ 50 51 എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആയുസ് കുറയുകയാണ്. കാരണം നമുക്ക് അല്ലാഹു തആല ഒരു ആയുസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് 60 വയസ്സാകാം, 40 വയസ്സാകാം, 30 വയസ്സാകാം. ഓരോ വർഷങ്ങൾ കഴിയും തോറും ആ ആയുസ്സിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞു പോവുകയാണ്. ഇപ്പം ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് 40 വയസ്സാണ് അല്ലാഹു തആല തീരുമാനിച്ചതെങ്കിൽ അയാൾ ഭൂമിയിലേക്ക് വന്നിട്ട് 35 വർഷം ആയി. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി 5 വയസ്സും കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ 35 കഴിഞ്ഞാൽ അടുത്ത വർഷം കടക്കുമ്പോൾ 36, പിന്നെയും 5-ൽ നിന്ന് 1 വയസ്സ് കുറയുന്നു, 4 വയസ്സ് ബാക്കിയാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസ് കൂടുന്നില്ല, മറിച്ച് ആയുസ് കുറയുകയാണ്. നമുക്ക് ഒരു ആയുസ് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് നാം എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും ആയുസ് കൂടൂല. എന്നാൽ ഈ വിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കഴിഞ്ഞ ഒരു വർഷം അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവൻ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി അങ്ങോട്ട് കടന്നു പോവുകയല്ല, മറിച്ച് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മുഹറം മാസം പ്രവേശിക്കുമ്പോൾ നമ്മൾ ചില ദിക്റുകൾ ചൊല്ലാനുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷം അവസാനിക്കുന്ന സമയത്തും ചില ദിക്റുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. മഹാന്മാർ അത് രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. ഏതായാലും ഈ മുഹറം എന്ന് പറയുന്നിടത്ത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയുന്നു, വൽ ഫജ്ർ വ ലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന ആയത്ത് മുഹറത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഫജ്ർ എന്ന് പറയുന്ന പ്രഭാതത്തെ തന്നെയാണ് സത്യമെന്ന് പറയുന്നത് മുഹറത്തിലെ ആദ്യത്തെ പ്രഭാതമാണെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ മുഹറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്.
ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ ഈ മാസത്തിനെ കുറിച്ച് പറയാനുണ്ട്. ഈ മുഹറം മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പുകളെക്കുറിച്ച് നമുക്കറിയാം. താസുആ, ആശുറ എന്ന് പറയുന്ന മുഹറം 9, 10 ആ നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ മുഹറം മാസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ഒക്കെ മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വർഷം അവസാനിക്കുമ്പോഴും ഒരു വർഷം തുടങ്ങുമ്പോഴും നാം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വങ്ങളെക്കുറിച്ച് അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നാം നിലകൊള്ളുന്ന ദുൽഹിജ്ജ മാസം നാളെ മറ്റന്നാൾ നമ്മോട് വിട പറയാനിരിക്കുകയാണ്. അപ്പോൾ വർഷത്തിൻ്റെ അവസാന മാസമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. ഈ ദുൽഹിജ്ജ അവസാന സമയത്ത് നാം ചൊല്ലേണ്ട ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم ما عملت في هذه السنة مما نهيتني عنه فلم أتب منه ولم تر له ولم تنسه وحلمت علي بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها مما ترى الله ووعدتني عليه الثواب فأسألك اللهم يا كريم يا ذا الجلال والإكرام أن تتقبله مني ولا تقطع رجائي منك يا كريم. وصلى الله على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم എന്ന ദിക്ർ നാം ചൊല്ലണം. ഇത് 3 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇവിടെ നഅ്തുൽ ബിദായ എന്ന് പറയുന്ന കിതാബില് പറയുന്നത്, വർഷാവസാനം ഈ ദിക്ർ 3 തവണ ഒരാൾ ചൊല്ലിയാൽ പിശാച് പറയുമത്ര, ഞാൻ ഈ മനുഷ്യന്റെ പിന്നാലെ ഒരു വർഷമായി ഈ മനുഷ്യന്റെ പിന്നാലെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് ഇയാളെ വഴികേടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ ഈ ദിക്ർ ചൊല്ലിയാൽ ആ പിശാച് പറയുമത്ര, അവനെക്കുറിച്ച് എല്ലാം ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ വലയിൽ വീഴ്ത്തി നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മളിൽ തെറ്റുകളൊക്കെ സംഭവിച്ചാലും ഈ ദിക്ർ ചൊല്ലലോട് കൂടെ അവനെ സംബന്ധിച്ചിടത്തോളം ആ പിശാചെടുത്ത മുഴുവൻ പണികളും ബാത്തിലായി പോവുകയാണ്. അതാണ് പിശാച് പറയുന്നത്, ഞാൻ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് അവനെ വഴികേടിലേക്ക് എത്തിച്ചു, പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. അത് ഈ ഒരു ദിക്ർ 3 തവണ വർഷത്തിൻ്റെ അവസാന സമയത്ത് നമ്മൾ ചൊല്ലണം. അപ്പോൾ നാം മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്ന്, ഇത് ചൊല്ലുന്ന സമയത്ത് ചിലപ്പോൾ നാളെ അവസാനിക്കാം ഈ വർഷം, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം. അപ്പം നാളെയും ചൊല്ലാം മറ്റന്നാളും ചൊല്ലണം. കാരണം നമ്മൾ മറ്റന്നാൾ അവസാനിക്കുള്ളൂ എന്ന് നമ്മൾ പറയരുത്, മറിച്ച് നാളെയും അവസാനിക്കാം മറ്റന്നാളും അവസാനിക്കാം. അതുകൊണ്ട് 2 ദിവസവും നമ്മൾ അസ്ർ നിസ്കരിച്ചതിൻ്റെ ശേഷം അവസാന സമയം നമ്മൾ എന്ത് ചെയ്യുക, മഗ്രിബോടടുത്ത സമയം നമ്മൾ ദിക്ർ ചൊല്ലുക. പിശാച് വളരെ സങ്കടത്തോടുകൂടെ അവനിൽ നിന്ന് പിന്മാറുകയാണ്. ഇതാണ് വർഷാവസാനത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ. ഇനി അടുത്ത വർഷം കടക്കുമ്പോൾ, അപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്, അത് നാം ഒന്ന് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറഹ്
وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا. اللهم أنت الأبدي القديم الأول، وعلى فضلك العظيم وكريم جودك العميم المعول، فهذا عام جديد قد أقبل، أسألك العصمة فيه من الشيطان وأوليائه، والعون على هذه النفس الأمارة بالسوء، والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله تعالى على سيدنا محمد وعلى آله വസഹ്ബിഹി വസല്ലം എന്ന ദിക്ർ നമ്മൾ ചൊല്ലണം. കൻസുൻ നജാഹി വസ്സൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ദിക്ർ ചൊല്ലിയാൽ അവന് കിട്ടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. ഇത് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ദിക്ർ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യന് 3 തവണ ചൊല്ലണം. ഈ 3 തവണ ചൊല്ലുമ്പം പിശാച് അവൻ്റെ കൂട്ടാളികളോട് പറയും, ഈ മനുഷ്യന് പിശാചിൽ നിന്നും അവൻ്റെ അനുയായികളിൽ നിന്നും അവന് കാവൽ നൽകപ്പെട്ടിരിക്കുന്നു, സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, പിശാചിൻ്റെ കെണിവലയിൽ പെടാതിരിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല അവന് 2 മലക്കുകളുടെ സംരക്ഷണമാണ് നൽകിയിരിക്കുന്നത്. അവനെ അല്ലാഹു തആല 2 മലക്കിൻ്റെ കൈക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് വർഷത്തിന്റെ മുഹറം മാസം തുടക്കത്തിൽ ആ മഗ്രിബ് നിസ്കരിച്ച ഉടനെ, ഞാൻ നേരത്തെ പറഞ്ഞു നാളെയാവാം അല്ലെ മറ്റന്നാളാവാം. അപ്പം അതിൻ്റെ ആ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നാം ആ ഈ ദിക്ർ നമ്മൾ ചൊല്ലുക. നേരത്തെ പറഞ്ഞ ദിക്ർ അവസാന സമയത്തും ഈ ദിക്ർ തുടക്കത്തിലും നമ്മൾ ചൊല്ലുക. അപ്പോൾ ശൈത്താൻ പറയുന്ന കാര്യമാണ്, ശൈത്താനിൻ്റെയും അനുയായികളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു തആല അവൻ നൽകുന്നുണ്ട്. 2 മലക്കുകൾ അല്ലാഹു തആല അവന് സംരക്ഷണമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നാം ഒരിക്കലും മറന്നു പോകരുത്, ഈ ദിക്ർ നമ്മൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പൈശാചിക ദുർബോധനത്തിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.